ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ആണ്. മെയിനായിട്ട് ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഞാൻ ഫോൺ കാണലായിരുന്നു, ഞാൻ വീഡിയോ എടുത്തതാ. അപ്പോൾ ധ്രുക്കുട്ടി കുറച്ച് നേരത്തേക്ക് ഫോണൊക്കെ മാറ്റി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ധ്രുക്കുട്ടിക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ധ്രുക്കുട്ടി ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ അച്ഛനും അമ്മയും അപ്പം തന്നെ ഫുഡ് കഴിക്കും, നേരത്തെ കഴിക്കും. നേരത്തെ വരുമ്പോൾ ഒരു 9:30 ആകുമ്പോൾ കഴിക്കും. അപ്പോൾ ധ്രുക്കുട്ടിയുടെ ഫുഡ് അടി കഴിഞ്ഞ് പിന്നെ അവൾ നേരെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ പോയിരിക്കും. പിന്നെ ഒരു ഉറങ്ങാറാവുന്ന നേരത്താണ് അവൾ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കും. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്ത പാത്രങ്ങളൊക്കെയാണ് ആദ്യം കഴുകിയിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. ചേട്ടൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ചേട്ടൻ്റെ ഡ്യൂട്ടി സാധാരണ ഒരു 9 മണിക്ക് കഴിയാറുണ്ട്. അല്ലെങ്കിൽ പിന്നെയും വൈകും, ചിലപ്പോൾ 10 മണിയാകും, 10:30 ഓരോ ഇതിനനുസരിച്ച് ചിലപ്പോൾ മാറാം. അപ്പോൾ അന്നത്തെ ദിവസം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ധ്രുക്കുട്ടിയുടെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അച്ഛനമ്മയ്ക്ക് ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടേബിളിൽ ഓൾറെഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ധ്രുക്കുട്ടിക്ക് രാത്രി പാല് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ അവൾക്കുള്ള പാല് കുറച്ച് കാച്ചി വയ്ക്കും. ബാക്കി വരുന്ന പാല് എനിക്ക് കുറച്ച് കാപ്പി ഉണ്ടാക്കും കേട്ടോ. സാധാരണ ആരും ആ നേരത്തെ കാപ്പി കഴിക്കാറുണ്ടായിരിക്കും. പക്ഷെ ഞാൻ വൈകുന്നേരം നമുക്ക് കാപ്പി കഴിക്കാറില്ല. ഞാൻ ഈ ടൈമിൽ അവൾക്ക് പാല് കാച്ചുമ്പോൾ ബാക്കിയുള്ള പാലെടുത്തിട്ട് ചെറിയൊരു കാപ്പി ഉണ്ടാക്കും കേട്ടോ. പണ്ടൊക്കെ നല്ല രീതിയിൽ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാറുണ്ട്. ഇത്തിരി തടി കൂടി, കാരണം കുറച്ച് ഷുഗർ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 4 സ്പൂൺ ഇടുന്നിടത്ത് 2 സ്പൂൺ ഇടുന്നു അത്ര അങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല കടുപ്പത്തൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ടേബിളിൽ വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പാലൊന്നും കൂടി ചൂടായിട്ട് ഞാൻ ഓടി കാച്ചിയ പാലാണ്, തണുത്തുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ചൂടാക്കിയിട്ട് അത് നമ്മൾ ആ കപ്പിൽ ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. അതിന് ഇൻസ്റ്റൻ്റായിട്ട് വേഗം ഉണ്ടാക്കി കിട്ടി. അതിന് ചോറൊക്കെ ഉണ്ട ശേഷമാണ് കഴിക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ ചൂടോട് കൂടി ഞാൻ അതങ്ങനെ മാറ്റി വയ്ക്കും. പിന്നെ നമുക്ക് ഈ കടുപ്പം പോരാൻ തോന്നിയോണ്ട് ഞാൻ കുറച്ചധികം കാപ്പിപ്പൊടി ഇട്ടാണ്. എനിക്ക് നല്ല രീതിയിൽ കടുപ്പം ഇഷ്ടമാണ്. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ധ്രുക്കുട്ടിയുടെ പാല് ഞാൻ ഓൾറെഡി ഇത് റൂമിൽ കൊണ്ടുപോകാൻ ഒരു തൂക്കുപാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചോറ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അച്ഛനമ്മയും കഴിച്ചു പോയതാണ്. അപ്പോൾ അത് കൂടാതെ തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതൊന്നും കൂട്ടില്ല, തലേദിവസം ചിക്കൻ കറി ഒന്നും കൂട്ടില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അങ്ങനെ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തലേദിവസത്തെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അത് ആ സമയത്തേക്ക് ചൂടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടേബിളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ചൂടാക്കാനുള്ളതൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യും തോറും ഓരോ ലോഡ് പാത്രങ്ങൾ സിങ്കിലേക്ക് വരും കേട്ടോ. അതാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുമ്പോഴും കുറേ പാത്രങ്ങൾ കഴുകാണ്ടാവും. ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പാത്രം എനിക്ക് ഇഷ്ടമാണ് പാത്രം കഴുകാൻ. പക്ഷേ എപ്പോഴും തന്നെ ആകുമ്പോൾ അത്ര രസം ഉണ്ടാവില്ലല്ലോ അല്ലേ. പാത്രം എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ കുറേ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ ചിക്കൻ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പാത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പകർത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സിങ്കിൽ ലോഡ് പാത്രം കഴുകാണ്ടായിട്ടാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തേക്ക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കും. അത് ഇവിടുത്തെ കോഴികളുണ്ട്, കോഴികൾക്ക് വേണ്ടിയിട്ട് ഈ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ അതായത് ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കും കേട്ടോ, കൊടുക്കാനുള്ള ഫുഡ് ഈ വേസ്റ്റുകളൊക്കെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ സാധനം കൂടി അവിടെ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്താ എനിക്ക് ഒരു ഓർമ്മ വരുന്നില്ല. അങ്ങനത്തെ പിന്നെ പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കുടിക്കാനുള്ള വെള്ളം കുറച്ച് കുറവായിരുന്നു. നമ്മൾ തിളപ്പിച്ച വെള്ളം രാവിലെ തിളപ്പിച്ച് വെക്കുന്ന വെള്ളമാണ്, കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് ചൂടാക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ നമ്മൾ വെള്ളം എടുത്തപ്പോൾ നമ്മളിതുപോലെ കുടിക്കാനും അതുപോലെ തന്നെ കുക്കിങ്ങിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഡയറക്റ്റ് മോട്ടർ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വെള്ളം കുടിക്കാനൊക്കെ എടുത്തപ്പോൾ അതിലത്തെ വെള്ളം ഓൾറെഡി കഴിഞ്ഞപ്പോൾ അത് കാരണം അതും കൂടി പിടിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ആകുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ചായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് പിടിച്ച് വെക്കണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാത്രം കഴുകുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടുകൊണ്ടോന്ന് അറിയില്ല, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് കഴുകാനുള്ള ലിക്വിഡ് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇതുപോലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് ഇത് വർക്കാവും തോന്നണില്ല. അതുപോലെ തന്നെയാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോസിലൊക്കെ. ഭയങ്കര യൂസ്ഫുള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂസ് ഇല്ലാത്തൊരു സാധനമാണ്. അതൊന്ന് പ്രസ് ചെയ്ത് കിട്ടൂല, ഈ വാഷിംഗ് ലിക്വിഡ് കിട്ടൂല. പോരാത്തതിന് അതിൽ വെള്ളം ആയിട്ട്
ഉള്ളത് ലിക്വിഡ് ഡൈല്യൂട്ട് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊരു ഉപകാരമില്ല. സാധനം അവിടെ ഒരു ഭംഗിക്ക് വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഒരു വിധത്തിൽ മാറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇല്ലാത്തൊരു സാധനം എന്താ പറയുക പാത്രം കഴുകണയിൽ, ഈ ചായപാത്രമാണ്. എനിക്കത് ഒട്ടും ഇഷ്ടമില്ല. ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ പാല് തിളപ്പിച്ചിട്ടുള്ള പാത്രം അതിങ്ങനെ ചൂടായി കഴിയുമ്പോൾ അത് ഓൾറെഡി ഭയങ്കരമായിട്ട് പറ്റി പിടിച്ച് നമുക്ക് കഴുകാനും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഈ പാൽ തിളപ്പിച്ച പാത്രമാണെങ്കിലും ചായ തിളപ്പിച്ച പാത്രമാണെങ്കിലും നമ്മൾ കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ടാണ് കഴുകാറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഈസിയായിട്ട് കഴുകാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാത്തൊരു പരിപാടിയാണ് ഈ സാധനം കഴുകണം. ബാക്കിയൊന്നും പാത്രം കഴുകാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഈ 2 സാധനങ്ങൾ കഴുകാൻ ഭയങ്കര ദേഷ്യമുള്ള സംഭവമാണ് കേട്ടോ എനിക്ക്. എന്നാലും പരമാവധി ഈസിയാക്കാൻ വേണ്ടി കുതിർത്തിക്ക് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ നേരത്തെ വെച്ച സാധനം ഇപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് പാലിൻ്റെ പാത്രം ഞാൻ ഓൾറെഡി ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ എല്ലാ പാത്രം അപ്പപ്പ കഴുകി വയ്ക്കും. എനിക്കിങ്ങനെ ബാക്കി മാറ്റി വയ്ക്കുന്നത് ഇഷ്ടമില്ല. പക്ഷേ ഈ പാലിൻ്റെ പാത്രം ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കും കേട്ടോ. ബാക്കി ഇപ്പോൾ ഈ വന്ന പാത്രങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടത് സിങ്കിൽ ഇപ്പോൾ വന്നത് ഞാൻ ഓൾറെഡി വെച്ച പാത്രങ്ങളല്ല. ഇപ്പം തന്നെ ഞാൻ കറികളൊക്കെ മാറ്റി ഇപ്പോൾ വന്ന പാത്രം അപ്പം തന്നെ കഴുകാട്ടോ കേട്ടോ. പിന്നെ തിരുക്കുട്ടിക്ക് മുട്ടച്ചോറ് പോലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചീഞ്ചട്ടിയിൽ നല്ല രീതിയിൽ അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അടുക്കിയെല്ലാം മീൻസ് നന്നായ രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ ചോറിന് കഴിയുമ്പോൾ ഈ ലോഡ് പാത്രങ്ങളൊക്കെ ഇനി കഴുകാണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതും വെള്ളം കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകേണ്ട ഒരു ഘട്ടം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ചോറും സാധനം ഇപ്പോൾ ഈച്ചശല്യമുണ്ട്, മഴക്കാലം ഈച്ചശല്യമുണ്ട്. അത് കാരണം ഞാൻ കറികളും എല്ലാം വെച്ച ശേഷം ഒന്ന് ന്യൂസ് പേപ്പർ വെച്ച് മൂടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ടേബിൾ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഈ നേരത്തൊക്കെ തിരുക്കുട്ടി അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ചേട്ടൻ വന്നിട്ടില്ല. ചേട്ടൻ വന്നു കഴിഞ്ഞാലും കുളിക്കാൻ കയറും. കുളിച്ച ശേഷമാണ് ഫുഡ് കഴിക്കാൻ വരുള്ളൂ. അപ്പോൾ ആൾ ആ നേരത്തേക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ബാക്കി പാത്രങ്ങൾ ഞാൻ കഴുകാം. കുറേ നേരം സിങ്കിൽ പാത്രങ്ങൾ വെക്കണം എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു ദേഷ്യമുള്ള കാര്യമാണ്. എല്ലാ പണികളും അപ്പം തീർത്ത് പോകണം. അതിങ്ങനെ ഒരു വൃത്തികേടായി കിടക്കുന്നതിനെ എനിക്ക് ഇഷ്ടമില്ല അത് കാണുന്നത് കേട്ടോ. അതാണ് ഞാൻ പരമാവധി ഇങ്ങനെയുള്ള വേഗം കഴുകി പോകും. അപ്പോൾ എനിക്കിതൊരു കഴുകണതിൽ സന്തോഷമെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ എനിക്കിത് അങ്ങനെ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കുതിർന്നു. മറ്റേ പണി ചെയ്തപ്പോഴേക്കും ഇത് കുതിർന്നപ്പോൾ വേഗം കഴുകി കണ്ടോ. ഇനിയിപ്പോൾ ഇത് ചിക്കൻ കറി ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോഴേക്കും ആ ഒരു പാത്രം കഴുകാനുണ്ടായി. അങ്ങനെ പാത്രം കഴുകാനുള്ള ഒരു ഘോഷയാത്ര തന്നെയാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ എല്ലാവർക്കും പാത്രം കഴുകലായിരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചെന്നാലും എനിക്കിപ്പം അമ്മയാണെങ്കിൽ ഒരു സാധനം ചെയ്യിപ്പിക്കില്ല, പാത്രം കഴുകണം ഒന്നും സമ്മതിക്കില്ല. നിർബന്ധിതമായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ അവിടെ ഒന്നും ചെയ്യിപ്പിക്കാറില്ല. ഞങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും ജോലികളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ചെറുപ്പത്തിലായാലും അങ്ങനെ ജോലികളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആൾക്ക് ഇഷ്ടമില്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ പോകുമ്പോൾ പരമാവധി അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. ഇത് നമ്മൾ ഏറ്റവും അവസാനം ചെയ്യുന്നൊരു പണിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സമയം എങ്ങനെ ലാഭിക്കും, കുറച്ച് നേരം എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ള ചിന്തയിലാണ്. ഒരു മീ ടൈം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതൊരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും പറ്റില്ല, ഫോണൊന്നും കാണാനോ വീഡിയോസ് കാണാനോ ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൾ വരുന്നതിന് മുന്നേ, അതായത് അച്ഛൻ്റെ അമ്മ റൂമിൽ നിന്ന് വരുന്നതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് പോയിട്ട് ഫോണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിരിക്കണം. അത് ഈ പണി കഴിഞ്ഞാലല്ലേ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ പിന്നെ ബാക്കി പാത്രം കഴിക്കണേ കിടന്നാൽ മതിയല്ലോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ് അത്. അങ്ങനെ ഞാൻ അവിടെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. സ്ലാബും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി മെയിൻ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അവിടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് ഇല്ലാത്തത് കാരണം അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം പിടിച്ച് വയ്ക്കാനുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് വെള്ളം പിടിച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ അത് ഇനി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാത്രി പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്. ചിലയിടത്തൊക്കെ നമ്മൾ അകത്തേക്ക് ഡയറക്റ്റ് പൈപ്പ് വയ്ക്കുന്നവരുണ്ട്, മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് പോയിട്ട് പിടിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ വരുമ്പോൾ നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ സമയത്ത് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അതിനുമ്പോൾ അതിപ്പോൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് നിൽക്കണം. ഫ്രീ അല്ല, എന്നാലും എന്തായാലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് കാരണം അത് വേഗം ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കുറച്ചൊരു കാലത്തിൽ ഒഴിച്ചിട്ട് ആ ഡവറിൽ മാത്രം വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാ നമുക്ക് പുറത്തടുത്ത് തന്നെയാണ്, നമ്മുടെ ചുമരിൻ്റെ അടുത്ത് തന്നെയാണ് പൈപ്പ്. മോട്ടർ ഓൺ ചെയ്തിട്ട് വേഗം പൈപ്പിൽ വെള്ളം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ഫുഡൊക്കെ ചേട്ടൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴും ചേട്ടൻ കുളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പോൾ അപ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഫുഡ് ഞാൻ അടിച്ചിട്ടില്ല. ചേട്ടൻ വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയും കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് പാത്രങ്ങൾ കഴുകാമെന്ന് വെച്ചിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടില്ല എത്ര റൗണ്ട് പാത്രം കഴുകൽ കഴിഞ്ഞു. അത് തന്നെയാണ് പ്രശ്നം. ഇങ്ങനെ പാത്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കഴുകിക്കൊണ്ടേയിരിക്കണം.
അപ്പോൾ ഞാൻ അങ്ങനെ വന്ന ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ നമ്മളെന്ന് വെച്ചാൽ സ്ലാബും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇനി പിന്നെ ബാക്കിയുള്ളത് ഫുഡ് കഴിച്ചിട്ട് വരുന്ന കുറച്ച് പാത്രങ്ങളായിരിക്കും. അപ്പോൾ അത് കാരണം സ്ലാബൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം ചെറിയ ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയതാണ്. അപ്പോൾ അവിടെയാണ് തിളപ്പിച്ചിട്ടുള്ള വെള്ളങ്ങളൊക്കെ വെക്കുന്നത്, ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം കഴുകി വെക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണിത്. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഞാനൊന്ന് ഇവിടുന്ന് തുടച്ച് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മെയിൻ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് വരുന്നുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവസാനം കഴുകാനുണ്ടാവുള്ളൂ. ഞാൻ ഈ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചോട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഞാൻ അടച്ച് വെച്ചു. അപ്പോഴേക്കും വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം ആവശ്യമുണ്ടായിരുന്നു. അത് കാരണം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാറാൻ വയ്ക്കാനാണ് കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മൾ വെള്ളം ഓൾറെഡി തിളപ്പിക്കുക. അമ്മ ചോറ് അടുപ്പത്ത് വെക്കും. അപ്പോൾ അതിനൊപ്പം തന്നെ കുടിവെള്ളം വെക്കും കേട്ടോ. അപ്പോൾ രാവിലത്തേക്കുള്ള വെള്ളം രാവിലെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് വെള്ളത്തിന് ഷോർട്ടേജ് വന്ന കാരണമാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചത്. അപ്പോൾ നമ്മുടെ അടുക്കളത്തെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ധ്രുവക്കുട്ടിയുടെ മെയിൻ ഒരു സ്ഥലമാണത്. നമുക്ക് എല്ലാ വീഡിയോസിനും കണ്ടിട്ടുണ്ടായിരിക്കും ധ്രുവക്കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ റൂമിലാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഈ റൂം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇതെപ്പോഴും ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടേ പോവുള്ളൂ. കാരണം മോർണിംഗ് വരുമ്പോൾ നമുക്ക് തിരിച്ചിതൊക്കെ വലിച്ചിടേണ്ടതല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാം നീറ്റാക്കിയിട്ട് അവൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെക്കും. ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ പടുത്ത് മാറ്റിയുള്ളൂ. അപ്പോൾ അതുവരെ അത് മാറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും എന്താ വേഗം ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് അടി കഴിഞ്ഞതാണ്. അടുത്ത അലങ്കോലാണത്. നമുക്ക് ഡൈനിങ് ടേബിൾ വൃത്തിയാക്കണം. പാത്രങ്ങൾ കുറേ ഒതുക്കാണ്ട് കുറച്ച് പാത്രങ്ങൾ നമുക്ക് അതായത് കറികളും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ വോയിസ് ഓവർ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം സൗണ്ട് ചെറുതായിട്ടൊന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടാണ്. പിന്നെ ഇതൊക്കെ ധ്രുവക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. രാത്രി മേലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ച് വയ്ക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി വരുന്നത് രാത്രിയെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്ത വെച്ച എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ട് വേണമല്ലോ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അതാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഏറ്റവും അവസാനമായിട്ടും പണി വരുന്നത് രാത്രിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ്. പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള കറികളും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മളിതുപോലെ അതും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന ചോറ് പിന്നെ രാവിലത്തേക്ക് കോഴിക്കും ഇവിടുത്തെ പൂച്ചപ്പട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കട്ടെ. അതൊന്നും വേസ്റ്റ് ആവില്ല. ഫുഡ് കാര്യങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. മൃഗങ്ങളുള്ള കാരണം തന്നെ അത് നമുക്ക് യൂസായി പോകും. പിന്നെ ഞാനെന്താ നമ്മുടെ ഡൈനിങ് ടേബിൾ ഞാൻ ചെറുതായിട്ട് ലൈസോൾ വെച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ തുടച്ച് എല്ലാം വൃത്തിയാക്കുക. അപ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ നീറ്റായിട്ട് കിട്ടും കേട്ടോ. അത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തുള്ളി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൊണ്ട് അങ്ങ് തുടച്ചെടുക്കും. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അത് തന്നെയാണ് നമ്മൾ കിച്ചണിൽ സ്ലാബിലായാലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നല്ല വൃത്തിയായിട്ട് എടുക്കുമ്പോൾ രസമല്ലേ കാണാം. അപ്പോൾ നമ്മളെല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നീറ്റായി. പക്ഷെ നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ പാത്രം അവിടെ ലോഡായിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയിട്ടുള്ള പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇനി അതൊന്നും കൂടി കഴുകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ എല്ലാം സെറ്റാണ് കേട്ടോ. പിന്നെ അതിന് പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പോൾ അത് കഴുകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രം കഴുകലോട് കൂടിയിട്ട് നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പിന്നെ TV കാണാനായിരിക്കും കേട്ടോ. എനിക്ക് TV കാണാൻ അങ്ങനെ ഇരിക്കാൻ സമയം കിട്ടില്ല. കാരണം ഈ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും ധ്രുവക്കുട്ടി വരാൻ ടൈമാവും. പിന്നെ ഞാനും ധ്രുവക്കുട്ടി ഉറങ്ങാൻ പോകും കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടീനെ ഉറക്കി കഴിഞ്ഞാലാണ് ഞാൻ മെയിനായിട്ട് ഫോണൊക്കെ നോക്കി കുറച്ചേരം ഇരിക്കുക. വല്ല റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോഴാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് സത്യം വേണ്ടി മീ ടൈം എന്ന് പറയുന്നത്. മിക്ക അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും. വളരെ ഉറങ്ങുമ്പോഴാണ് ഒന്ന് ശരിക്കും ഫോണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്ന ശേഷമാണ് കിടന്നുറങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ പാത്രം കഴുകലും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോഴേക്കും ധ്രുവക്കുട്ടി എൻ്റെ ഈ പണിയൊക്കെ തീരാറാകുമ്പോൾ ഏകദേശം ധ്രുവക്കുട്ടി അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ നിന്ന് വരും കേട്ടോ. നമ്മൾ രാവിലെ ആകുമ്പോൾ മേലെ നല്ല തലവണകളും കാര്യങ്ങളൊക്കെ അടിയിൽ കൊണ്ടുവയ്ക്കും. അടിയത്തെ റൂമിലേക്കും. കാരണം അടിയിലാണ് ധ്രുവക്കുട്ടി ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുന്നത്. അപ്പോൾ പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെയും തലവണകളൊക്കെ നമുക്ക് മേലെ കൊണ്ട് വയ്ക്കണം. ബെഡ്റൂമിൽ വെക്കണം. അതുപോലെ ധ്രുവക്കുട്ടിക്ക് ആവശ്യമുള്ള പാല് വെള്ളം അതൊക്കെ നമ്മൾ മേലെ കൊണ്ട് ഞാൻ വെക്കും കേട്ടോ. അപ്പോൾ ആ വക സാധനങ്ങളൊക്കെ കയറ്റി വെക്കണം. അതും ധ്രുവക്കുട്ടി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് റൂമൊക്കെ വൃത്തിയാക്കി സെറ്റ് ചെയ്യും കേട്ടോ. കാരണം ചേട്ടൻ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ചേട്ടൻ ജോലി ചെയ്ത ഒരു ഇതാക്കിയിട്ടുണ്ടാവും നമ്മുടെ റൂമെന്ന് പറയുന്നത്. കാരണം അവിടെ ഇരുന്നിട്ട് ആ കാലം കൊലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ റൂമിൽ കൊണ്ട് വയ്ക്കണം.
അപ്പോൾ നമ്മുടെ അടുക്കള ഏകദേശം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഓൾറെഡി ഞാൻ അവിടെ ഒന്ന് തുടച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ബാക്കി ഒന്ന് വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് നീക്കിയിട്ട് പാത്രം കഴുകുന്ന സ്ക്രബും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി അതെല്ലാം നീറ്റാക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല നീറ്റ് നമുക്ക് അടുക്കളയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ അടുക്കള നീറ്റായി കിടക്കുമ്പോൾ തന്നെ നല്ല കാര്യമല്ലേ. പിന്നെ നമ്മൾ വേസ്റ്റും കാര്യങ്ങളും ഫുഡ് വേസ്റ്റൊക്കെ ഇട്ട സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ചു കേട്ടോ. അത് അവിടെ ഇരുന്നിട്ടൊരു മണം വേണ്ട വെച്ചിട്ട് വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണിയും അടുക്കളയത്തെ പണികളും മെയിൻ കാര്യങ്ങളൊക്കെ തീർന്നു. ഇനിയും പണികളുണ്ട് എനിക്ക്. ഇനിയും മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ സാധനങ്ങൾ തലയണ സാധനങ്ങളൊക്കെ മേലെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവച്ച് റൂം സെറ്റ് ചെയ്താലാണ് എൻ്റെ എല്ലാ പണികളും തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ, എനിക്കൊരു പതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അടുക്കള സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഓക്കെ. നമുക്ക് അടുത്ത പടി എന്താണ്, ഈ സാധനമൊക്കെ കൊണ്ട് മേലെ കൊണ്ടുപോലെ കേട്ടോ. അപ്പോൾ തലോണകളിൽ 3-4 തലോണ ഉണ്ട്. താഴത്തിടും മേലെ ഇടും. ഇത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മേലേക്ക് കൊണ്ടുപോകും, താഴത്തേക്ക് ഇടും. ഇതൊക്കെ തന്നെ എന്നും നടക്കുന്നത്. അപ്പോൾ ഞാനിത് വെള്ളവും കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഒറ്റയടിക്ക് പണി ഇങ്ങോട്ട് തീരാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാ ഡൈനിങ് ഹോളെല്ലാം വൃത്തിയായി. ഇനി അപ്പോൾ നമുക്ക് റൂം വൃത്തിയാക്കണം. റൂം വൃത്തിയാക്കിയ ശേഷം വേണം ധ്രുവക്കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചേട്ടൻ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ടേബിളൊക്കെ ചേട്ടാക്ക് വൃത്തികേടാക്കി ഇടും കേട്ടോ. പിന്നെ ഞാനൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. തലവണകളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ടേബിളും ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ വെള്ളം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം തലയണകളൊക്കെ എൻ്റെ രീതിയിലാണ് ഞാൻ സജ്ജീകരിച്ച് വയ്ക്കുക. അതൊക്കെ സ്ഥിരം അതുപോലെ തന്നെ ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മെയിനായിട്ട് ഉറങ്ങുമ്പോഴെങ്കിലും അങ്ങനെ ആവണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള പൊസിഷൻസിലും കാര്യങ്ങളിലൊക്കെ വെക്കുന്നുണ്ട്. എനിക്കെന്താണെന്ന് അറിയാം, ഉറങ്ങാൻ വരുമ്പോൾ നമ്മൾ റൂം നല്ല നീറ്റായിട്ട് കാണണമെന്നാണ്. അത് കാരണം ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി വെക്കണം കേട്ടോ. ധ്രുവക്കുട്ടി വന്നു കഴിഞ്ഞ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് വെക്കുകയാണ്. പിന്നെ അവളിന് ഇപ്പോഴും നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യും കേട്ടോ. നൈറ്റ് അവൾ ചില സമയങ്ങളിൽ മൂത്രയ്ക്കാറുണ്ട്. പിന്നെ ചേട്ടൻ്റെ വർക്ക് സംബന്ധമായിട്ട് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി അടക്കി പറക്കിയൊരു പൊതുവെ ആണുങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ. പൊതുവെ ആണുങ്ങളെ കാര്യം അറിയില്ല, ചേട്ടൻ അങ്ങനെയാണ്, ഒന്നും മടക്കി പറക്കൊന്നും വെക്കില്ലേ. അപ്പോൾ ഞാനായിട്ടത് കാര്യങ്ങളൊക്കെ അടക്കി പറക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് എല്ലാം അതിൻ്റേതായിട്ടുള്ള നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് കൊതുകിനെ കൊല്ലാനുള്ളൊരു ബാറ്റാണ്. നമ്മളിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ് കേട്ടോ. മെയിനായിട്ട് എനിക്കായിരുന്നു മെയിൻ ശല്യം ഉണ്ടായിരുന്നത്. ധ്രുവക്കുട്ടി വന്നാൽ പിന്നെ ധ്രുവക്കുട്ടിയുടെ മേതിക്കായിട്ട് എല്ലാ കൊതുകുകളും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വാങ്ങിച്ചൊരു ബാറ്റാണ്. ചിലതൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വന്ന് ചത്തോളും. അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വീശി കൊല്ലാറുണ്ട് കേട്ടോ. എന്നാലും കൊതുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ചുമരുകളിലൊക്കെ ഇപ്പോൾ കൊതുകിനെ അടിച്ചിട്ടുള്ള പാടുകളാണ് കേട്ടോ. എന്തായാലും നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ധ്രുവക്കുട്ടിയും വന്നു കേട്ടോ. എല്ലാം വൃത്തിയാക്കി വെച്ച് ആ സമയത്ത് തന്നെ ഞാൻ ധ്രുവക്കുട്ടീനെയും വിളിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ അവളെ ഉറക്കും. അതിന് മുന്നേ ആയിട്ട് ഈടായിട്ട് ചില സ്കിൻ കെയർ അതുപോലെ നമ്മൾ ജസ്റ്റ് വേറെ ഒന്നുമല്ല മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ മുഖത്ത് പറ്റാൻ തുടങ്ങി. മറ്റേത് ഞാനൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അങ്ങനെ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ മുഖം കഴുകി മോയ്സ്ചറൈസറൊക്കെ പറ്റിയിട്ടാണ് കിടക്കുക. അപ്പോൾ അതവിടെ ചേട്ടനും അച്ഛനൊക്കെ ടി വി ഇരുന്ന് കാണേണ്ട ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ പിന്നെയാണ് മതിരിക്കും. ബൈ.